പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ചെടികളെക്കുറിച്ചും ചിണ്ടനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഒരു റോസിൻ്റെ മുട്ട് കണ്ടോ? ഇത് സാധാരണ നാടൻ റോസാട്ടോ. ഇങ്ങനെ നീളത്തിലുണ്ടായിരിക്കണം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആദ്യമായിട്ടായിട്ടാണ് ഒരു മുട്ടുണ്ടാവണേ. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തന്നെ കൊമ്പ് കുത്തിയതാട്ടോ. കണ്ടോ? സാധാരണ പൂവ്. വേറെ ഉണ്ട് മുട്ട. ഇത് കുറേ മുട്ടുകളുണ്ട് ഇതിൽ. കണ്ടോ? ഇത് മാത്രം എങ്ങനെ ഉണ്ടായതെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷേ അത് താഴെ വീണ് പോവാതിരുന്നാൽ മതിയായിരുന്നു. ദിവസം മഴയായതുകൊണ്ടേ പോവുമെന്നൊരു പേടി. ഈ പൂവ് കണ്ടോ? നല്ല ഭംഗിയാട്ടോ. പക്ഷേ ഈ മഴ സമയത്ത് ഉണ്ടാവണ്ടായിരുന്നു. പെട്ടെന്ന് വെള്ളം അതിൽ വീണ് കഴിയുമ്പോൾ അതിങ്ങനെ താഴെ വീണ് പോകും. അങ്ങനെ താന്ന് നിൽക്കും. ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്രാവശ്യം കണ്ടോ? ശരിക്കും വേനൽക്കാലത്ത് നല്ലോണം പൂവുണ്ടാവുക. പക്ഷേ അതേ ഇപ്പോഴാണ് നിറയെ മുട്ടുകൾ. ഇപ്രാവശ്യം മഴ നേരത്തെയാണല്ലോ, അതുകൊണ്ടായിരിക്കും. നിറച്ച് മുട്ടുണ്ട് കേട്ടോ. പേരറിഞ്ഞൂടാ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കനകാമ്പരപ്പൂ പോലെ തോന്നും പണ്ടത്തെ. വേറെയുണ്ട് കേട്ടോ ചെടി. ഇതിൽ മുട്ട് വന്നിട്ടില്ല. മുട്ട് വരും. ഈ തളിര് വരുമ്പോൾ മുട്ട് വരുന്നതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിലൊക്കെ നിറച്ച് മുട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ മാത്രമേ പൂവുണ്ടായിരുന്നുള്ളൂ. ഇതിലൊക്കെയാണ് DAP ഇട്ട് കൊടുത്തിട്ടാണ് ഈ മുട്ട് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ മുട്ടുണ്ട്. താഴെയുണ്ട്. നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇവിടെ കുഞ്ഞിപ്പെണ്ണും നമ്മുടെ ചിണ്ടുക്കുട്ടനും ഇരിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് പ്രസവിച്ചു കേട്ടോ. എവിടെയാണെന്ന് അറിഞ്ഞൂടാ. അവൾ പോണ വഴി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് ഇവിടെ. അവൾ പോകുമ്പോൾ കാണാമല്ലോ. പള്ളിയിലേക്കാണോ അതോ ഇതുപോലെ അവിടെ അറ്റത്തൊരു വീടുണ്ട്, അവിടെയാണോ എന്നറിയില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ അവളെ കാണാണ്ടായിട്ട് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞു. 2:30 മണിയൊക്കെ ആയപ്പോഴാണ് അവൾ വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയായിരുന്നു അവൾ എവിടെയോ പ്രസവിച്ചിട്ടുണ്ട്, അതാണ് വരാത്തത്. ഇവിടെ പ്രസവിക്കില്ല അവൾ. കഴിഞ്ഞ പ്രാവശ്യം അവളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവൾക്ക് പേടിയാണ്. ഇതേ അവിടെ അറ്റത്ത് നമ്മുടെ അമ്മണി ഇരിക്കുന്നുണ്ട്. പള്ളിയുടെ മതിലുമേ കാണാൻ പറ്റുമെന്നറിയില്ല. ഇരിക്കുന്നുണ്ട് അവളവിടെ. നമ്മുടെ മൈസൂർ ജവന്തി നാടൻ ധാരാളം പൂക്കളുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ എത്ര എണ്ണം വാങ്ങിച്ചു, എല്ലാം പോയി. ഈ നാടൻ മാത്രം ഒരിക്കലും പോയിട്ടില്ല. മഞ്ഞ കളറും ഉണ്ടായിരുന്നു, അതും പോയി. അതിൻ്റെ ഒരു കൊമ്പ് നട്ടതിൽ ധാരാളം മുട്ടുകൾ വന്നിട്ടുണ്ട്. കൊങ്ങിണി പൂവിൽ പിന്നെ എപ്പോഴും പൂവുണ്ടാവും. ഈ മഴ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെടികളൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഹോളൊക്കെ ഉണ്ടോ? വേനൽക്കാലത്തൊക്കെ നല്ലോണം ഇങ്ങനെ മണ്ണ് അമർന്നിരിക്കുകയായിരിക്കും. അപ്പോൾ എന്താ പറ്റുക? മഴക്കാലമായിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ചീഞ്ഞു പോകും. നമ്മളൊന്ന് ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഒരു യാത്രയൊക്കെ പോയേക്കാണ് 2 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒക്കെ ചീത്തയുണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹോളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. വെള്ളം നന്നായിട്ട് വാർന്ന് പോകുന്ന രീതിയിലാക്കി വയ്ക്കുക. പിന്നെ അടീനിയൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലേക്ക് എടുത്ത് വയ്ക്കുക. അടീനിയത്തിനധികം വെള്ളം വേണ്ട, മഴ കൊള്ളാൻ പാടില്ല, ചീത്തയായി പോകും. അപ്പോൾ അടീനിയൊക്കെ ഞാൻ എൻ്റെ എപ്പോഴും സൈഡിൽ തന്നെ ഇരിക്കണത് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, വേനൽക്കാലത്ത് ധാരാളം പൂക്കളൊന്നും അങ്ങനെ ഉണ്ടായില്ല. വളമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് എപ്പോഴും അധികം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ മഴക്കാലത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടികളൊക്കെ വീഴും. ശക്തിയായിട്ടുള്ള മഴ വന്നു കഴിയുമ്പോൾ കാറ്റ് എല്ലാം ഒടിഞ്ഞൊക്കെ വീഴും. അപ്പോൾ അതിന് താങ്ങുകളൊക്കെ കൊടുക്കുക. മഴയുടെ ഒരു ആരംഭം കണ്ടാൽ ഉടനെ നമ്മൾ ചെടികൾക്കൊക്കെ താങ്ങ് കൊടുക്കുക കേട്ടോ. അവൾ നോക്കുകയാണ് അവിടെ എവിടേക്കാണ് പോണേന്ന്. പക്ഷെ അവൾ പോണില്ല കേട്ടോ. ഞാൻ കണ്ടുപിടിക്കുന്ന ഓർത്തിട്ടാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. അമ്മണി ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പൂമരത്തിൽ പൂക്കളൊക്കെ മഴ പെയ്തപ്പോൾ കൊഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ അതിനും ഞാൻ താങ്ങ് കൊടുത്തിട്ടുണ്ട്. അതിനെ തെങ്ങുമ്പലേക്ക് വലിച്ചു കെട്ടി. അതിൻ്റെ പൂക്കളിൽ വെള്ളം നിറയുമ്പോഴേ ആ ചെടി പെട്ടെന്ന് താഴെ വീണ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ തെങ്ങിലേക്ക് ഞാനില്ല, പ്രേം ചേട്ടൻ, എനിക്കത്ര പൊക്കമില്ലാത്തതുകൊണ്ട് വലിച്ചു കെട്ടി. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. ചെടികളൊക്കെ വീണ് പോകും. അപ്പോൾ അതിനൊക്കെ താങ്ങ് കൊടുക്കുക, വലിച്ചു കെട്ടുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഈ ചെമ്പരത്തിപ്പൂ കാണാൻ നല്ല ഭംഗിയാട്ടോ. നിറയെ മുട്ടുകളുണ്ട് അതിൽ. കണ്ടോ? നല്ലൊരു കളറാണ്, നല്ല ഭംഗിയാണ്. ഇഷ്ടം പോലെ മുട്ടിട്ടുണ്ട്. മഴ ആയതുകൊണ്ടാണ്, മഴ വന്നപ്പോഴാണ് ഇതിൽ മുട്ടുകളൊക്കെ ഇട്ടത്. ഞാനിപ്പോൾ മിന്നുവിനെ ഓടിച്ചു കേട്ടോ. കാരണം കുഞ്ഞിപ്പെണ്ണിന് കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവനത് കണ്ടുപിടിച്ച് ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാൻ അവനെ ഓടിച്ചു. അവനത് മണത്ത് നടക്കുന്നുണ്ട് കേട്ടോ, എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. അതാണ് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം. ഈ ചേച്ചി എന്താ പരസ്പര ബന്ധമില്ലാണ്ട് ഓരോന്ന് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ചെടികൾ കാണിക്കണു, വേറെ എന്തൊക്കെയോ പറയണു. അപ്പോൾ ഞാൻ ചെടികളുടെ കാര്യമാണ് പറയാൻ വന്നത്. പിന്നെ അതിനിടയിൽ കൂടെ പൂച്ചകൾ വന്നപ്പോൾ ആ വിശേഷം കൂടി പറഞ്ഞു എന്ന് മാത്രം. ചെടികളുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. മഴക്കാലമാകുമ്പോൾ നമ്മൾ ലിക്വിഡായിട്ടുള്ള വളങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ, ഒഴിച്ചു കൊടുക്കരുത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് അതിന് കിട്ടില്ല, ഒഴുകിപ്പോവും.
അല്ലാത്ത വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അധികം വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല മഴ നന്നായിട്ട് പെയ്യുമ്പോൾ, കാരണം ആ വളങ്ങൾ അതിന് കിട്ടില്ല, ഒഴുകിപ്പോവും. മഴയൊക്കെ ഒന്ന് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രം മതി കേട്ടോ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ചെടിച്ചട്ടികൾക്ക് നല്ല ഹോൾ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ മണ്ണ് അമർന്നിരിക്കുമ്പോൾ വെള്ളം വാർന്നു പോവില്ല. ലിക്വിഡ് വളങ്ങൾ കൊടുക്കണ്ട. ചെടികളൊക്കെ നന്നായിട്ട് താങ്ങ് കൊടുക്കുക, വീണ് പോവാതെ. പിന്നെ വെള്ളം വേണ്ടാത്ത ചെടികളൊക്കെ മാറ്റി സൈഡിലേക്കൊക്കെ വയ്ക്കുക, അധികം വെള്ളം കൊള്ളാതെ. ഇനി അഥവാ വെള്ളം കെട്ടി നിൽക്കേണ്ടതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹോളാക്കി കൊടുത്തിട്ടും വെള്ളം ചിലപ്പോൾ കെട്ടി നിൽക്കും, നല്ല ശക്തിയായിട്ട് അടുപ്പിച്ച് മഴ പെയ്യുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചെടികളൊക്കെ നോക്കുക, മഴയൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് ഏതൊക്കെ ചെടികളിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് ചെരിച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഹോളൊന്നും കൂടി ശരിയാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും എൻ്റെ ഒരു കടമയുണ്ടല്ലോ, ഈ ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ചെടികളുടെ വീഡിയോ ആണല്ലോ ഞാൻ നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളോടൊക്കെ അത് പറയേണ്ട ഒരു കടമയുള്ളത് കൊണ്ട് പറയാം കേട്ടോ. മഞ്ഞ റോസിൽ മൊട്ടിട്ട്, പക്ഷേ എന്തോ ഒരു ബ്ലാക്ക് കളർ വന്നു, എങ്കിലും പൂ നന്നായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. വേറെ മൊട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. നമ്മുടെ പൂച്ചകളും ചെടികളും ഒക്കെ അങ്ങനെ സുഖമായിട്ടിരിക്കണു. ജൂലിക്കുട്ടി ഷെൽട്ടറിലാണ്, അവൾ സുഖമായിട്ടിരിക്കണു. അപ്പോൾ എല്ലാവർക്കും സങ്കടം വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ജൂലിക്കുട്ടിയെ കാണുമ്പോൾ. പക്ഷേ സത്യത്തിൽ എനിക്ക് ഇത്തിരി സന്തോഷമാണ് തോന്നണേ. അവൾ ഇവിടെ കിടന്ന് ആരും കാണാതെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് പഴുത്ത് നമ്മളറിയാതെ വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട് വല്ല കാട്ടിലൊക്കെ കിടന്ന് അങ്ങനെ അവൾക്ക് എന്തെങ്കിലും പറ്റണേക്കാൾ ഭേദം അവൾ നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ല ചികിത്സ കിട്ടി, നല്ല ഡോക്ടർമാരും നല്ല ആൾക്കാരും ഒക്കെ അവളെ പരിചരിച്ചു, അവൾ നല്ലൊരു ഷെൽട്ടറിലേക്ക് എത്തി. അതിനൊരു ചെറിയ ഭാഗമാകാൻ എനിക്ക് പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനം ഇപ്പോൾ തോന്നണം കേട്ടോ. എനിക്ക് സങ്കടം തോന്നണില്ല. അവളുടെ ഒരു വിധിയായിരിക്കും അങ്ങനെയൊക്കെ വരണം എന്നുള്ളത്. എങ്കിലും അവൾ രക്ഷപ്പെട്ടല്ലോ. അവൾ ഇനി ചിലപ്പോൾ ക്രമേണ നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അവൾ കാലിങ്ങനെ പുറകിലേക്ക് തൂക്കിയിട്ട് അവളിപ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. ചികിത്സയിലൂടെ അവളുടെ എല്ലാം മാറും. അവൾ നല്ല സുന്ദരിക്കുട്ടിയായിട്ട് മാറും തന്നെയാണ് വിശ്വാസം. ആരെങ്കിലുമൊക്കെ വീഡിയോ അയച്ചു തരികയാണെങ്കിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെടികളെ കാണിച്ചു, പൂച്ചകളെ കാണിച്ചു, ജൂലിക്കുട്ടിയെ പറ്റി പറഞ്ഞു. ഇനി വേറൊന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.